ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വീനസ് ഓർബിറ്റർ മിഷൻ, GI ടാഗ്സ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ, സ്പീഷീസ് ഇൻ ന്യൂസ് ആയിട്ട് സ്വോലോ ടെയിൽ ബട്ടർഫ്ലൈസ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ഇസ്രായേൽ. ഇതിനകത്ത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീനസ് ഓർബിറ്റർ മിഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീനസ് ഓർബിറ്റർ മിഷനെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ശുക്രയാൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ ISRO നടത്താൻ പോകുന്ന ഒരു സ്പേസ് മിഷന്റെ പേരാണ് വീനസ് ഓർബിറ്റർ മിഷൻ. അപ്പോൾ ഈ വീനസ് ഓർബിറ്റർ മിഷൻ 2028 ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 6 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീനസ് ഓർബിറ്റർ മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുക്രയാൻ എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ ISRO പ്ലാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഇന്ത്യയുടെ ആദ്യത്തെ വീനസിലേക്കുള്ള മിഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് US അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി എല്ലാം തന്നെ ഈ 2031 ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള വീനസ് മിഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വെറിറ്റാസ് അതുപോലെ തന്നെ എൻവിഷൻ എന്നൊക്കെയുള്ള പേരിലാണ് ഈ മിഷൻസ് ഉള്ളത്. അപ്പോൾ നേരത്തെ ഈ വീനസ് ഓർബിറ്റർ മിഷനെ കുറിച്ച് അല്ലെങ്കിൽ ശുക്രയാനെ കുറിച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് GSLV Mark II റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ലോഞ്ച് ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഇന്നത്തെ വാർത്തയിൽ പറയുന്നത് അതിന് പകരം ഇന്ത്യയുടെ കയ്യിലുള്ള റോക്കറ്റ് സിസ്റ്റംസിൽ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം പേലോഡ് ക്യാരിയിങ് കേപ്പബിലിറ്റി ഉള്ള LVM-3 എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ Mark III എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ലോഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന വീനസ് ഓർബിറ്റർ മിഷനകത്ത് 19 പേലോഡുകളാണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് 16 ഇന്ത്യൻ പേലോഡുകളും 2 ഇന്ത്യയും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കൊളാബറേറ്റീവ് പേലോഡ്സ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയുന്നില്ല. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള 1 ഒരു ഇന്റർനാഷണൽ പേലോഡ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ്, ഈ പേലോഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേലോഡുകൾ എന്ന് പറയുന്നത് ഒന്നൊരു ഹൈ റെസൊല്യൂഷൻ സിന്തറ്റിക് അപ്പറേച്ചർ റഡാറാണ്, മറ്റൊന്നൊരു ഗ്രൗണ്ട് പെനട്രേഷൻ റഡാറുമാണ്. അപ്പോൾ ഈ മിഷനിലൂടെ ഇന്ത്യ ശ്രമിക്കുന്നത് ഇതൊരു ഓർബിറ്റർ മിഷനാണ്. അതായത് വീനസിന്റെ ചുറ്റുറം കറങ്ങിക്കൊണ്ട് വീനസിന്റെ ഫോട്ടോസ് എടുക്കുകയും അതുപോലെ തന്നെ ഈ സിന്തറ്റിക് അപ്പറേച്ചർ റഡാറും ഗ്രൗണ്ട് പെനട്രേഷൻ റഡാറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റഡീസ് നടത്തുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് വീനസിന്റെ സർഫസ്, വീനസിന്റെ അറ്റ്മോസ്ഫിയർ, ഈ രണ്ടിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ വീനസിന്റെ ജിയോളജിക്കൽ കോമ്പോസിഷനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ സോളാർ റേഡിയേഷനും വീനസിന്റെ സർഫേസ് പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് GI ടാഗിനെ കുറിച്ചാണ്. അപ്പോൾ ഈ GI ടാഗ് എന്താണെന്നുള്ള കാര്യം ഇതിനു മുമ്പ് ഡെയിലി ന്യൂസ് അനാലിസിസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അസാമിൽ നിന്നുള്ള ഒരു 8ഓളം ഉൽപ്പന്നങ്ങൾക്ക് GI ടാഗ് കൺഫർ ചെയ്ത് കിട്ടിയതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന 8 ഐറ്റംസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ബോഡോ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അസാമിലെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ട്രൈബൽ ഏരിയയാണ്, നമ്മുടെ 6th ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള ഒരു ട്രൈബൽ ഏരിയയാണ് ഈ ബോഡോ ലാൻഡ് എന്ന് പറയുന്നത്. ബോഡോ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ബോഡോ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3ഓളം വെറൈറ്റീസ് ഓഫ് ഡിഫറെൻ്റ് റൈസ് ബിയറുകളുണ്ട്. ഓക്കെ, റൈസിൽ ഫെർമെൻറ്റൈസ് ചെയ്തുണ്ടാക്കുന്ന ബിയറുകളുണ്ട്. ആ റൈസ് ബിയറുകൾ, അതുപോലെ തന്നെ ഇവരുടെ ഒരു 4 ടൈപ്പ് ഓഫ് ക്യൂസീൻസ്, അതായത് ഇവരുടെ ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ ഫൈനലി ഒരു ക്ലോത്തിങ്, ഇങ്ങനെ 8 ഐറ്റംസിനാണ് ഇപ്പോൾ ഈ ബോഡോ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഇന്നലെ GI ടാഗ് കൺഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, മേ ബി പ്രിലിംസിനൊക്കെ ചോദിക്കാം. അതിനകത്ത് ഒന്നാമത്തത് ഒരു ബോഡോ ജോ ഗൊറൻ എന്ന് പറയുന്ന ഒരു റൈസ് ബിയർ ആണ്. അതായത് ഈ ബോഡോ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് അവർ ട്രഡീഷണലി നിർമ്മിക്കുന്ന റൈസ് ബിയറുകളിൽ ഏറ്റവും അധികം ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു റൈസ് ബിയർ ആണ് ഈ ബോഡോ ജോ ഗൊറൻ എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡോ കമ്മ്യൂണിറ്റി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈസ് ബിയറുകളിൽ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ഉള്ളത് ഇതിനാണ്. ഇനി രണ്ടാമത്തത് ഒരു മൈബ്ര ജോ ബിദ്വി എന്ന് പറയുന്ന മറ്റൊരു റൈസ് ബിയർ ആണ്. അതായത് സാധാരണഗതിയിൽ അവർ വളരെ വളരെ റിവിയേർഡ് ആയിട്ട് കാണുന്ന ഒരു റൈസ് ബിയർ ആണിത്. സാധാരണഗതിയിൽ അവിടെ ഈ ഇവന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സെർവ് ചെയ്യുന്ന ഒരു റൈസ് ബിയർ ആണ്. ഓക്കെ, അത് സാധാരണഗതിയിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള റൈസ് ഫെർമെന്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മൈബ്രാജോ ബിദ്വി എന്ന് പറയുന്ന റൈസ് ബിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒരു ബോഡോജു ഗിഷി എന്ന് പറയുന്ന മറ്റൊരു റൈസ് ബിയർ ആണ്.
അതൊരു ഫെർമെൻറ്റഡ് റൈസ് ബേസ്ഡ് ആൽക്കഹോളിക് ബെവറേജ് ആണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള 3 റൈസ് ബീറുകൾക്ക് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബോഡോ നാഫം എന്ന് പറയുന്ന ഇവരുടെ ഒരു ഭക്ഷണ സാധനമുണ്ട്. അത് ഫെർമെൻറ്റഡ് ഫിഷ് ഉപയോഗിച്ചുകൊണ്ട്, ഓക്കെ, ഫിഷ് ഫെർമെൻറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ ബോഡോ ഓൺല എന്ന് പറയുന്ന ഒരു റൈസ് പൗഡർ കറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ട്. അത് ഈ ഗാർലിക്, ജിഞ്ചർ, സാൾട്ട്, അതുപോലെ തന്നെ ആൽക്കലിക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബോഡോ ഗ്വാക്ക എന്ന് പറയുന്ന മറ്റൊരു ഫുഡ് ഐറ്റം ഉണ്ട്. അത് ഇവരുടെ ഒരു വിസാഗു എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവലിന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ആണ്. പിന്നെ അതുപോലെ തന്നെ ബോഡോ നാർസി എന്ന് പറയുന്ന മറ്റൊരു ഫുഡ് ഐറ്റം ഉണ്ട്. അതൊരു സെമി ഫെർമെന്റഡ് ഫുഡ് ആയിട്ടാണ്. ഈ ജൂട്ട് ലീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന, ചണത്തിന്റെ ഇലകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന, അത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ വലിയ ഇതിൽ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ജൂട്ട് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജൂട്ട് ലീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സെമി ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 ഫുഡ് ഐറ്റംസിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഉണ്ട്. അതിന്റെ പേരാണ് ബോഡോ അരോണായി എന്ന് പറയുന്നത്. ഇതൊരു വലിപ്പം കുറഞ്ഞ ഒരു ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ GI ടാഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. GI ടാഗ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ജോഗ്രഫിയിൽ നിന്ന്, ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ ഒരു വസ്തുവിന്, ഓക്കെ, അതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർഡ് പ്രൊഡക്റ്റും ആവാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റിന് അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്നാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനൊരു സ്പെഷ്യാലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ IPRന്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്ന, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് GI ടാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ നിന്നുള്ള അരവണ അല്ലെങ്കിൽ തിരുപ്പതി ലഡു എന്നൊക്കെ പറയുന്ന പോലുള്ള ഐറ്റംസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഈ പറയുന്ന അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഇതിന്റെ മുകളിലുള്ള റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും, അതേസമയം ഈ GI ടാഗ് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കേഷനും കൂടിയാണ്. അതായത് അതിന്റെ ക്വാളിറ്റിയും ഡിസ്റ്റിങ്റ്റീവ്നെസ്സും ഒക്കെ എൻഷുർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അഷ്യൂർ ചെയ്യുന്ന, അല്ലെങ്കിൽ കൺവേ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് GI ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഗവേൺ ചെയ്യുന്നത്, ഈ GI ടാഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് 1990s വന്നിട്ടുള്ള ട്രിപ്സ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. WTOന്റെ ഒരു ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അല്ലെങ്കിൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ട്രിപ്സ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഫോം ചെയ്ത് വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഈ GI ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രിപ്സിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു നിയമമുണ്ട്. അതിന്റെ പേരാണ് GI ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 എന്നുള്ളത്, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസിന് അവരുടെ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അതിന്റെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിന്റെ ബെറ്റർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ GI ടാഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോളർ ജനറൽ ഓഫ് പാറ്റൻസ്, ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അവരുടെ കീഴിലാണ് ഈ രജിസ്ട്രാർ ഓഫ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ, അല്ലെങ്കിൽ അവർ തന്നെയാണ് രജിസ്ട്രാർ ഓഫ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ GI രജിസ്ട്രി, ഇത് ഇഷ്യൂ ചെയ്യുന്ന രജിസ്ട്രി ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ചെന്നൈയിലാണെന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 10 ഒരു വാർത്ത വന്നിട്ടുണ്ട്. സോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ SCOS എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റിയെ പിരിച്ചുവിട്ട സമയത്ത് അതൊരു സർപ്രൈസ് ആയിട്ടുള്ള മൂവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റിനെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പ്രണബ് സെൻ എന്ന് പറയുന്ന വ്യക്തി. സോ നമ്മുടെ ഇന്ത്യയുടെ പഴയ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഒക്കെ ആയിരുന്നു ഈ പ്രണബ് സെൻ. ഈ പ്രണബ് സെന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 10 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് പിരിച്ചുവിട്ടത് കാരണം നമ്മുടെ ഇന്ത്യയിൽ 2006 തൊട്ട് നിലവിലുള്ള ഒരു ഏജൻസിയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രാധാന്യം ഇനി വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ, അല്ലെങ്കിൽ NSC എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഇത് 2006 നമ്മുടെ 2001 തുടക്കത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രംഗരാജൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ 2006 ഇതൊരു ഓട്ടോണമസ് ബോഡിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി ഇവരുടെ ജോലി എന്ന് പറയുന്നത്
ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക, അത് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ജോലി. അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസിൻ്റെ ഇടയിലുള്ള പ്രയോറിറ്റീസ്, അതുപോലെ തന്നെ കോർഡിനേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തലാണ് ഇവരുടെ ഒരു ജോലിയായിട്ട് പറയുന്നത്. ഇത് ഒരു ലാർജർ എക്സ്റ്റെൻറ്റ് ഒരു അഡ്വൈസറി നേച്ചറിലുള്ള ബോഡിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ചെയർപേഴ്സൺ ഉണ്ടാവും, അതുപോലെ തന്നെ 4 മെമ്പേഴ്സ് ഉണ്ടാവും. അതുകൂടാതെ നീതി ആയോഗിന്റെ സിഇഒ ഇതിന്റെ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. 5ാമത്തെ മെമ്പറായിട്ട് ഒരു 4 മെമ്പേഴ്സ് ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ 5ാമത്തെ മെമ്പറായിട്ട് നീതി ആയോഗിന്റെ സിഇഒ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഈ പറയുന്ന കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെയർപേഴ്സൺ പ്ലസ് 4 മെമ്പേഴ്സ്, അതായത് ഈ നീതി ആയോഗിന്റെ സിഇഒ ആയിട്ടുള്ള എക്സ് ഒഫീഷ്യോ മെമ്പർ അടക്കം 5 മെമ്പേഴ്സ് പ്ലസ് അതിനകത്ത് ഇങ്ങനെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്പീഷീസ് ഇൻ ന്യൂസ് ആണ്. അത് സ്വാളോ ടൈൽ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ആക്ച്വലി ഒരു 573ഓളം ഡിഫറെൻറ്റ് കാറ്റഗറീസ് പെടുന്ന, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് പെടുന്ന ഒരു വിഭാഗമാണ് ഈ സ്വാളോ ഫ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 573ഓളം വരുന്ന സ്വാളോ ടൈൽ ബട്ടർഫ്ലൈ സ്പീഷീസിനകത്ത് 77 സ്പീഷീസുകൾ നമ്മൾ ഇന്ത്യയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഈ 77 69 എണ്ണം കണ്ടെത്തിയിട്ടുള്ളത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ നിന്നാണ്. അപ്പോൾ ഈ സ്വാളോ ടൈൽ ബട്ടർഫ്ലൈസിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എസ്പെഷ്യലി നേരത്തെ സൂചിപ്പിച്ച അസാമിലെ ബോഡോലാൻഡ് ഏരിയയിൽ. അതായത് അവിടെ ഈ സിട്രസ് ഫ്രൂട്ടാണ് ഇവർ പ്രധാനമായിട്ടും ഈ ബട്ടർഫ്ലൈസ് അവരുടെ ഹോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഈ പറയുന്ന ആ മേഖലയിലുള്ള ചില സ്പീഷീസ് ഓഫ് സ്വാളോ ടൈൽ ബട്ടർഫ്ലൈസിന്റെ എണ്ണത്തിന്, അല്ലെങ്കിൽ ആ സ്പീഷീസിനെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IUCN 2013 ആരംഭിച്ചിട്ടുള്ള ഒരു ഈ സ്വാളോ ടൈൽ ബട്ടർഫ്ലൈസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വാളോ ടൈൽ കൺസർവേഷൻ ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതിന്റെ കീഴിൽ ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യനെ ഒരു സ്വാളോ ടൈൽ റിച്ച് സോണായിട്ട് ഡിക്ലെയർ ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയൊക്കെയാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സ്പീഷീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വാളോ ടൈൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഈ പാപ്പിലിയോണിഡെ എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ ഫാമിലിയിൽ പെടുന്ന സ്പീഷീസ് ആണ്. ഇതിനകത്ത് 573 സബ് സ്പീഷീസുകൾ, അല്ലെങ്കിൽ 573 സ്പീഷീസ് ഓഫ് സ്വാളോ ടൈൽ ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിനകത്ത് 77 എണ്ണം ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ 77 69 നമുക്ക് കാണാൻ പറ്റുക നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലാണ്. അതുകൂടാതെ വെസ്റ്റേൺ ഗട്ട്സ് പോലുള്ള മേഖലകളിലും നമുക്ക് കുറച്ചെണ്ണത്തിനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ബട്ടർഫ്ലൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ സൈസുള്ള ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള വിങ്സ് ഉള്ള, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ടൈല് പോലുള്ള എക്സ്റ്റൻഷൻ ഓഫ് ഹൈൻ വിങ്സ് ഉള്ള, അതായത് ബാക്കിലേക്കുള്ള വിങ് ഒരു ടൈല് പോലെ കിടക്കുന്ന രീതിയിലുള്ള ബട്ടർഫ്ലൈസ് ആണിത്. അതുകൊണ്ടാണ് ഇതിനെ സ്വാളോ ടൈൽ എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇവരെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുക ലോകത്തിലുടനീളമുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏഷ്യ, ആഫ്രിക്ക, അമേരിക്കാസ് എന്നീ മേഖലകളിലെ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസിലാണ് ഇവരെ കൂടുതലും കാണാൻ പറ്റുക. ഇനി ഇന്ത്യയിലുള്ള ഈ 77 സ്വാളോ ടൈൽ ബട്ടർഫ്ലൈസിനകത്ത് 12 എണ്ണം ഇന്ത്യയിലെ നിയമങ്ങളിലൂടെ പ്രൊട്ടക്റ്റഡ് ആണ്. അതിനകത്ത് തന്നെ ചില സ്പീഷീസുകൾ, ഈ 12 ഇല്ല, ഇതിനകത്തുള്ള ചില സ്പീഷീസുകൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾ 1 ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ പറയുന്ന സ്വാളോ ടൈൽ ബട്ടർഫ്ലൈസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്കാപ്പ് എന്ന് പറയുന്ന ഒരു IUCN ഇനീഷ്യേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ സ്വാളോ ടൈൽ കൺസർവേഷൻ ആക്ഷൻ പ്ലാൻ എന്ന് പറയും. സോ ഈ സ്വാളോ ടൈൽ കൺസർവേഷൻ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് IUCN കീഴിലുള്ള ഒരു സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ ഉണ്ട്. അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇൻസെക്ട് ആക്ഷൻ പ്ലാൻ ആണ് ഈ സ്വാളോ ടൈൽ കൺസർവേഷൻ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ സ്വാളോ ടൈൽ ബട്ടർഫ്ലൈ സ്പീഷീസുകളെ കൺസേർവ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്വാളോ ടൈൽ ബട്ടർഫ്ലൈ സ്പീഷീസുകളെ കൺസേർവ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അതിലൂടെ അവരുടെ എക്സ്റ്റിങ്ഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഹാബിറ്റാറ്റ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഇവരുടെ ഹോസ്റ്റ് പ്ലാന്റ് കൺസർവേഷന്, പോപ്പുലേഷൻ റിസ്റ്റോറേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിനകത്ത് ഈ സ്വാളോ ടൈൽ ബട്ടർഫ്ലൈസിന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ റീസെന്റ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യനെ ഇവരൊരു കീ സോൺ ഫോർ സ്വാളോ ടൈൽ കൺസർവേഷൻ ആയിട്ട് സ്കാപ്പിന്റെ കീഴിൽ IUCN ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇസ്രായേലാണ്. ഇസ്രായേലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇടക്കാലത്ത് ഇറാനിൽ വെച്ചിട്ട്, ഇറാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടെഹ്റാനിൽ വെച്ചിട്ട് ഹമാസിന്റെ നേതാക്കൾ ഒരാളായിരുന്ന ഇസ്മായിൽ ഹനിയനെ വധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ലെബനാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു ബോംബാക്രമണത്തിൽ ഈ ഇറാനുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ളയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ചില സീനിയർ ലീഡേഴ്സിനെയും ഇസ്രായേൽ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആക്രമണത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഇറാൻ മിലിറ്ററി കമാൻഡറും അല്ലെങ്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോറിലെ ഒരു സീനിയർ കമാൻഡറും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇസ്രായേൽ ഡമാസ്കസിലെ ഇറാന്റെ എംബസി ആക്രമിച്ച് ചില ഇറാനിയൻ മിലിറ്ററി ലീഡേഴ്സിനെ അല്ലെങ്കിൽ ഇറാനിയൻ മിലിറ്ററി കമാൻഡേഴ്സിനെ കൊന്ന സമയത്ത് അതിന് റിട്ടാലിയേഷൻ ആയിട്ട് ഇസ്രായേലിനെതിരായിട്ട് വലിയൊരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊവോക്കേഷൻ വന്നതിന്റെ പേരിൽ ഇറാന് ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ട് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള ഒരു മിസൈൽ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏപ്രിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു സ്ട്രൈക്കാണ് ഇപ്രാവശ്യം ഇറാൻ ഇസ്രായേലിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മിഡിൽ ഈസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, അതായത് മിഡിൽ ഈസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെവാൻ റീജിയന്റെ ഒക്കെ ഭാഗമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ സീയുടെ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയുടെ ഈസ്റ്റേൺ എഡ്ജസ്റ്റിലായിട്ട് മെഡിറ്ററേനിയൻ സീയുമായിട്ട് കോസ്റ്റ് ലൈൻ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ആക്ച്വലി നമ്മുടെ കേരളത്തെക്കാളും വലിപ്പം കുറവുള്ള ഏകദേശം 22,000 സ്ക്വയർ കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യമാണ്. പക്ഷെ ഇതിങ്ങനെ നീണ്ടു കിടക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ജിയോഗ്രഫി ഇവർക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേലിന്റെ ഈ മെഡിറ്ററേനിയൻ കോസ്റ്റിലുള്ള റീജിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് കോസ്റ്റൽ പ്ലെയിൻസ് ആണ് കൂടുതലായിട്ടും. ഇനി അതുപോലെ തന്നെ ഈ സെൻട്രൽ ഇസ്രായേലിന്റെ റീജിയനിൽ, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ലെബനാനുമായിട്ടുള്ള അതിർത്തി മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മൗണ്ടൈനേഴ്സ് ആയിട്ടുള്ള ടെറൈൻ ആണ്. ഇനി അതുപോലെ തന്നെ ഈ ഇസ്രായേലിന്റെ സദേൺ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ വിളിക്കാൻ നെഗേവ് ഡെസേർട്ട് എന്നാണ്. ഇതൊരു ഡെസേർട്ട് റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഇസ്രായേലിനെ നമുക്ക് ഇത്തരത്തിലുള്ള 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ജോഗ്രഫീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇസ്രായേലിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ജോർദാൻ റിവർ ആണ്. അതായത് ഇസ്രായേലിന്റെ ഈസ്റ്റേൺ ബോർഡർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടും ജോർദാൻ റിവർ ആണ് ഉള്ളത്. ഈ റിവർ ജോർദാൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇസ്രായേലിനും ജോർദാനും ഇടയിലും, അതുപോലെ തന്നെ ഇസ്രായേലി ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള വെസ്റ്റ് ബാങ്കിനും ജോർദാനും ഇടയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇസ്രായേലിന്റെയും ജോർദാന്റെയും അതുപോലെ തന്നെ ഇസ്രായേൽ ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള വെസ്റ്റ് ബാങ്കിന്റെയും ഇടയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോൾട്ട് വാട്ടർ ലേക്കാണ് ഡെഡ് സീ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ലേക്കായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, നമ്മൾ സീ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെയായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ലേക്കായിട്ട് കണക്കാക്കപ്പെടുന്നത് ഡെഡ് സീ ആണ്. ഇതൊരു സോൾട്ട് വാട്ടർ ലേക്കാണ്. ലോകത്തിലെ ഏറ്റവും അധികം സാലിനിറ്റി ഉള്ള വാട്ടർ ബോഡീസിലൊന്നാണ് ഡെഡ് സീ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇസ്രായേലിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് സീ ഓഫ് ഗലീലി എന്ന് പറയുന്നത്. ഈ സീ ഓഫ് ഗലീലി എന്ന് പറയുന്നത് ഇസ്രായേലിനും അതുപോലെ തന്നെ ഇസ്രായേലി ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള സിറിയയുടെ ഭാഗമായിട്ടുള്ള ഗൊലാൻ ഹൈറ്റ്സിനും ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേക്കാണ് സീ ഓഫ് ഗലീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജോർദാൻ റിവർ ആക്ച്വലി സീ ഓഫ് ഗലീലിൽ വന്നു ചേർന്നിട്ടാണ് പിന്നീട് താഴത്തേക്ക് ഒഴുകുന്നത്. അപ്പോൾ ഈ സീ ഓഫ് ഗലീലി മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, ലേക്ക് ടൈബാരിയാസ് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റ് 1-2 സ്ഥലങ്ങളാണ്. ഒന്ന് ഗൊലാൻ ഹൈറ്റ്സ്. ഈ ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി സിറിയയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ 1967 ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന 6 ഡേ വാറിന്റെ സമയത്ത് സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തൊരു പ്രദേശമാണ് ഗൊലാൻ ഹൈറ്റ്സ്. പക്ഷേ ഇത് ഇപ്പോഴും ഒഫീഷ്യലി ഇന്റർനാഷണൽ ലോസ് അനുസരിച്ചും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള സംഘടനകളെല്ലാം തന്നെ സിറിയയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇസ്രായേലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു ടെറിട്ടറിയാണിത്. അപ്പോൾ ഈ ഗൊലാൻ ഹൈറ്റ്സിനെ വിളിക്കാറുള്ളത് ഇസ്രായേലി ഓക്യുപ്പൈഡ് ഗൊലാൻ ഹൈറ്റ്സ് എന്നാണ്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഇല്ലീഗലി ഇസ്രായേൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കേസാണ്, ഇപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം അല്ലെങ്കിൽ ഒരു ആംഡ് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ലെബനാനിലുള്ള ഒരു സംഘടനയുണ്ട്. അപ്പോൾ ഈ ലെബനാന്റെയും ഇസ്രായേലിന്റെയും അതിർത്തി മേഖലയിൽ അല്ലെങ്കിൽ ലെബനാന്റെയും ഇസ്രായേലി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഗൊലാൻ ഹൈറ്റ്സിന്റെയും ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഭൂപ്രദേശമാണ് ഷെബ ഫാംസ് എന്ന് പറയുന്നത്. ഈ ഷെബ ഫാംസ് പണ്ട് ലെബനാന്റെ ഭാഗമായിരുന്ന സ്ഥലമാണ്. പക്ഷേ
പണ്ട് ലെബനാൻ ഇസ്രായേൽ ഇൻവേഡ് ചെയ്തതിന് ശേഷം ലെബനാൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് മെജോറിറ്റിയും അവർക്ക് ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളൊക്കെ കാരണം വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും ഇപ്പോഴും ഇസ്രായേൽ ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ലെബനാൻ്റെ ഭാഗമായിട്ടുള്ള പക്ഷേ എന്നാൽ ഗൊലാൻ ഹൈറ്റ്സുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഈ ഷെബ ഫാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റ് രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് ഗാസ സ്ട്രിപ്പ്. ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് പലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. ഈ ഗാസ സ്ട്രിപ്പിന് ഇസ്രായേലുമായിട്ടും മെഡിറ്ററേനിയൻ സീയുമായിട്ടും അതുപോലെ തന്നെ ഈജിപ്തുമായിട്ടാണ് അതിർത്തി ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ 2023 ഒക്ടോബർ തൊട്ട് യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ വെസ്റ്റ് ബാങ്ക് പലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ടെറിട്ടറിയാണ്. പക്ഷേ വെസ്റ്റ് ബാങ്കിനെ വിളിക്കാറുള്ളത് ഇസ്രായേലി ഓക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് എന്നാണ്. ഈ പറഞ്ഞ പോലെ 67 സിക്സ് ഡേ വാർ തൊട്ട് ഇസ്രായേലിൻ്റെ മിലിറ്ററി ഓക്യുപ്പേഷനിലുള്ള ഒരു സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെസ്റ്റ് ബാങ്കിൻ്റെ മാപ്പിൽ കാണുമ്പോൾ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണിക്കുമെങ്കിലും ഇസ്രായേലാണ് ഈ വെസ്റ്റ് ബാങ്കിലെ മെജോറിറ്റി ഏരിയാസും ഭരിക്കുന്നത്. ജൂദയ ആൻഡ് സെമാറിയ എന്നുള്ള പേരിൽ ഇസ്രായേലാണ് ഈ പ്രദേശങ്ങൾ ഭരിക്കുന്നത്. ഇനി ഇസ്രായേലിലുള്ള പ്രധാനപ്പെട്ട ചില സിറ്റികളും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നെഗേവ് ഡെസേർട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട സ്ഥലങ്ങളാണ് അഷ്കലോണ്, അതുപോലെ തന്നെ അവരുടെ ഡിഫാക്റ്റോ ക്യാപിറ്റലായിട്ട് ടെൽ അവീവ്, അതുപോലെ തന്നെ ഇസ്രായേൽ ഒഫീഷ്യലി അവരുടെ ക്യാപിറ്റലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ജെറുസലേം. ഓക്കെ, അതുപോലെ തന്നെ ഹൈഫ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നഗരമുണ്ട്. അപ്പോൾ ഈ സിറ്റീസ് ഓർത്തിരിക്കുക. ഇത് പറ്റുമെങ്കിൽ ഒരു നോർത്ത് സൗത്ത് ഓർഡറിൽ ഓർത്തിരിക്കുക. ഏറ്റവും നോർത്തിലായിട്ടുള്ളത് ഹൈഫയാണ്. അതുപോലെ തന്നെ ഇവിടെ ടെൽ അവീവ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന് താഴത്തായിട്ട് ജെറുസലേം ഉണ്ട്, പിന്നെ ആഷ്കലോൺ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നെഗവ് ഡെസേർട്ടും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈജിപ്ത്, അതുപോലെ തന്നെ ജോർദാൻ, സിറിയ, ലെബനാൻ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഇസ്രായേലിന് ഔദ്യോഗികമായിട്ട് അതിർത്തി ഉള്ളത്. പിന്നെ ഈ പ്രപ്പോസ്ഡ് പാലസ്തീനിയൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള വെസ്റ്റ് ബാങ്കും ഗാസയും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.